നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ബന്ധം മികച്ച രീതിയിൽ തുടരുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ തുടർച്ചയായ കൂടിക്കാഴ്ചയുടെ ഫലമായാണ് ഇരു രാജ്യങ്ങളും വീണ്ടും ഭായിമാരാകാൻ ഒരുങ്ങുന്നത്. ഗാൽവാൻ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ചൈന ബന്ധം താറുമാറായ അവസ്ഥയിലായിരുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ഇരു രാജ്യങ്ങളും സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ മോദിയും ഷീ ജിൻപിങ്ങും ഒരേ വേദികളിലെത്തുകയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തതോടെ ഇന്ത്യ ചൈന ബന്ധം മികച്ച രീതിയിലേക്ക് എത്തിത്തുടങ്ങി. ഇന്ത്യ ചൈന ബന്ധം കരുത്തർജിക്കുമ്പോഴും ആശങ്കയാകുകയാണ് ടിബറ്റിലെ യാർലുങ് സാങ്ബോ നദിയിലെ ചൈനയുടെ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ താഴ്ത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ആശങ്കപ്പെടുത്തുകയാണ് ഈ പദ്ധതി. ജനജീവിതത്തെയും പരിസ്ഥിതിയും ചൈനയുടെ ഈ വമ്പൻ പദ്ധതി ബാധിക്കുമെന്നാണ് വിദഗ്ധരും ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകുന്നത്. പദ്ധതിയിലൂടെ ചൈനയ്ക്ക് നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. ചൈനയുടെ ഈ നീക്കം ഇന്ത്യയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പദ്ധതിക്ക് ഏകദേശം $168 ബില്യൺ ചെലവ് വരുമെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. 2000 മീറ്റർ ഉയര വ്യത്യാസം പ്രയോജനപ്പെടുത്തി അണക്കെട്ടുകൾ, സംഭരണികൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ വൈദ്യുതി നിലയങ്ങൾ എന്നിവയുടെ ഒരു സങ്കീർണ ശൃംഖലയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചൈന ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെയാണ് ഇന്ത്യക്ക് ആശങ്കയും ഭീഷണിയും തുടരുന്നത്. ചൈനയുടെ ഏറ്റവും വലിയതും വിവാദപരവുമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഒന്നാണ് യാർലുങ് സാങ്ബോ നദിയിൽ നിർമ്മിക്കുന്ന ഈ കൂറ്റൻ ജലവൈദ്യുത പദ്ധതി. $168 ബില്യൺ മുടക്കുള്ള ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാകും. ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാകുന്നതും നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് വലിയ തോതിൽ ഊർജം ആവശ്യമുള്ളതും കണക്കിലെടുത്ത് ചൈനയുടെ ഭാവി ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഈ പദ്ധതി. ഈ പദ്ധതി എഞ്ചിനീയറിംഗ് രംഗത്തെ ഒരു അത്ഭുതമായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2000 മീറ്റർ ഉയരത്തിലുള്ള ഒരു മലയിടുക്കിലൂടെ തുരങ്കങ്ങൾ ഉണ്ടാക്കി വെള്ളം തിരിച്ചുവിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ പുറന്തള്ളുന്ന രാജ്യമെന്ന നിലയിൽ കൽക്കരിയിൽ നിന്നുള്ള ഊർജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ പദ്ധതി ചൈനയെ സഹായിക്കും. ചൈനയുടെ ഈ വമ്പൻ ജലവൈദ്യുത പദ്ധതിയെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു ടൈമിംഗ് ജല ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചത്. പദ്ധതി സാധ്യമാകുന്നതോടെ ചൈനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ബ്രഹ്മപുത്രയിലേക്ക് വെള്ളം തുറന്നുവിടാനും തടഞ്ഞു നിർത്താനും സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പെട്ടെന്ന് വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ടാൽ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകും. അതേസമയം വെള്ളം തടഞ്ഞു വച്ചാൽ നദിയുടെ പല ഭാഗങ്ങളും വരണ്ടുണങ്ങാൻ സാധ്യതയുമുണ്ടാവും. ഇത് കൃഷിയെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കും. ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രസ്താവന നടത്തിയിരുന്നു. ചൈന ടിബറ്റിലെ യാർലുങ് സാങ്ബോ നദിയിൽ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതി 1986 ആദ്യമായി പുറത്തു വന്നതാണ്. അന്നു മുതൽ ചൈന ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണെന്ന് റിജിജു പറയുന്നുണ്ട്. ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും ചൈനയുടെ ജലവൈദ്യുതിയെക്കുറിച്ചുള്ള പദ്ധതികളും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. താഴ്ത്തട്ടിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ ജീവനും ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ പ്രതിരോധ നടപടികളും തിരുത്തൽ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രസ്താവനയിൽ റിജിജു കൂട്ടിച്ചേർത്തു. ബ്രഹ്മപുത്രയുടെ ഭൂരിഭാഗം വെള്ളവും ലഭിക്കുന്നത് മൺസൂൺ മഴയിൽ നിന്നും ഇന്ത്യയിലെ പോഷക നദിയിൽ നിന്നുമാണ്. എന്നിരുന്നാലും CNN റിപ്പോർട്ട് അനുസരിച്ച് വിദഗ്ധർ പറയുന്നത് നദിയുടെ മുകൾ ഭാഗത്തുള്ള ഏതൊരു ഇടപെടലും നദിയുടെ സ്വാഭാവിക താളത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചെറിയ മാറ്റങ്ങൾ പോലും അസമിലെയും അരുണാചൽ പ്രദേശിലെയും ഫലഭൂയിഷ്ഠമായ വെള്ളപ്പൊക്ക സമതലങ്ങളെയും മത്സ്യബന്ധനത്തെയും ഭൂഗർഭജലത്തെയും പ്രതികൂലമായി ബാധിക്കാം. ഈ പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ സമ്മർദ്ദത്തിലാണ്. ഭൂകമ്പ സാധ്യതയുള്ളതും പരിസ്ഥിതിയുമായി ദുർബലവുമായ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായാൽ അത് താഴ്ത്തട്ടിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പദ്ധതി വളരെ അപൂർവമായതും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്തതുമായ ആവാസ വ്യവസ്ഥയും തദ്ദേശീയ ജനതയുടെ പരമ്പരാഗത വാസസ്ഥലങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാം. കൂടാതെ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഈ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും മത്സ്യബന്ധനം, കൃഷി എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും വേണ്ടത്ര പഠനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് വിദഗ്ധർ പറയുന്നു.
യാർലുങ് സംഗ്ബോ നദിയിൽ അണക്കെട്ടുകളും ജലസംഭരണികളും നിർമ്മിക്കുകയും തുരങ്കങ്ങൾ വഴി വെള്ളം തിരിച്ചുവിട്ട് മലയിടുക്കുകളിലൂടെ താഴേക്ക് ഒഴുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർണ സംവിധാനമായിരിക്കും ഇത്. വാഷിംഗ്ടണിലെ സ്റ്റിംസൺ സെന്ററിലെ എനർജി വാട്ടർ സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാം ഡയറക്ടർ ബ്രയാൻ ഐലർ പറയുന്നത്, പദ്ധതി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും നൂതനവുമായ അണക്കെട്ട് സംവിധാനമാണെന്നാണ്. ഇത് ഏറ്റവും അപകടകരവും ദോഷകരവുമാകാനും സാധ്യതയുണ്ട്. എന്നാൽ ചൈന ഈ ആശങ്കകളെ തള്ളിക്കളഞ്ഞു. താഴെത്തട്ടുള്ള പ്രദേശങ്ങൾക്ക് പദ്ധതി കൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആരോപണങ്ങളോട് വിയോജിക്കുന്നുമുണ്ട്. പദ്ധതിക്കായി പതിറ്റാണ്ടുകളായി ആഴത്തിലുള്ള ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും എഞ്ചിനീയറിംഗ് സുരക്ഷയ്ക്കും പാരിസ്ഥിതിക സംരക്ഷണത്തിനും വേണ്ടിയുള്ള സമഗ്രമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ CNN നൽകിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.